ഇന്ന് നമുക്കൊരു വൻപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് ആദ്യം കടുക് പൊട്ടിച്ച് പച്ചമുളക് ഉള്ളി അതിട്ട് വഴറ്റി എടുക്കണം. പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇടണം. കാരണം കൂടുതൽ ആളുകൾക്കും വൻപയർ ഗ്യാസ് ഉണ്ടാക്കാറുണ്ട്. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഇല്ലാതെ ഇരിക്കും. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക് ഇത്രയും വഴറ്റിയെടുത്തു. ഉള്ളി ഒത്തിരി ഒരുപാട് വഴറ്റിട്ടുണ്ട്. മീഡിയം ലെവലിൽ മതി. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് അതിനകത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി ഇടുന്നത് കൊണ്ട് ഈ മെഴുക്കുവരട്ടിയോടൊപ്പം വൻപയർ മെഴുക്കുവരട്ടിയോടൊപ്പം തേങ്ങ ഇടണ്ട. ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്ന വൻപയറാണത്. മുളക് പൊടി ഇട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം വൻപയറിട്ട് നമുക്ക് ഇളക്കി നമുക്ക് ഉപയോഗിക്കാം. വൻപയർ മെഴുക്കുവരട്ടി റെഡിയായി. ഇത് പ്രോട്ടീൻ കണ്ടൻറ്റും ഫൈബറും ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് ഇത് ദൈനംദിന ജീവിതത്തിൽ ഏത് പയറുവർഗ്ഗമായാലും നമ്മളെ ആഹാരത്തോടൊപ്പം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ ആണ് ഞാൻ തയ്യാറാക്കിയത്. ഇനി ഒരു കാബേജ് മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാം. അതിന് കടുക് പൊട്ടിച്ച് അതിനകത്ത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, 2-3 വെളുത്തുള്ളി അല്ലി ഇത്രയിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. വാടി കഴിയുമ്പോൾ ഇതിനകത്ത് കാബേജ് അരിഞ്ഞത് ഇടുക. ഉള്ളി വഴണ്ടി കഴിഞ്ഞു. ഇനി നമുക്ക് കാബേജ് ഇതിലേക്ക് ഇടാം. കാബേജ് ഇതിൽ ഇട്ട് ഇതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് തേങ്ങയും ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കാബേജും മെഴുക്കുവരട്ടിയും റെഡിയായി. ഇന്ന് ഉച്ചയൂണിന് ഞാൻ തയ്യാറാക്കിയത് കുറച്ച് മോര്, പിക്കിള്, സാധാരണ മീൻകറി, തേങ്ങ അരച്ച, കുറച്ച് വൻപയർ മെഴുക്കുവരട്ടി, വറുത്ത മീൻ,